ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു അൻവർ. കഴിഞ്ഞ 6 മാസത്തിനിടയിലാണ് അദ്ദേഹം അവരുമായിട്ട് തെറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനു മുമ്പ് കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഒരു 10-15 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ തവണ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് അവിടെയുള്ള വോട്ടർമാരിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും പിടിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് ഇദ്ദേഹം ഒന്നും ബാധിക്കില്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ബാധിക്കുക എന്നത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടതുപക്ഷത്തിനകത്തേക്ക് കടന്നു കയറാനുള്ള ശേഷി അൻവറിനുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയം മുതൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജാഥകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലൊരു അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ കോൺഗ്രസ് നിന്ന് അദ്ദേഹം വോട്ട് പിടിക്കും, കോൺഗ്രസ് നിന്ന് പിടിക്കുമായിരിക്കും, ലീഗ് നിന്ന് പിടിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളിൽ ഒരു പങ്കെങ്കിലും CPM-ൻ്റേതായിരിക്കും. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അൻവറിനെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ UDF-ന് ഇടിക്കാൻ കഴിയും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നത് അത് നിലമ്പൂരിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ്. ആ പ്രദേശത്ത് അത്യാവശ്യം ബന്ധങ്ങളുള്ളവരാണ്. എൻ്റെ മണ്ഡലത്തിന് തൊട്ട മണ്ഡലമാണത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു മണ്ടനായിട്ടുള്ള രീതിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ചതിയനുണ്ടായിരുന്നു. പിന്നെ പോരാളിയായിട്ട് ഒരാളെ ചതിച്ചിട്ടാണ് ചതിയന്മാർ വന്നത്. ആരാണ് ഈ പോരാളി? വാരിയംകുന്നത്തിൻ്റെ പേരാണ് ഉപയോഗിക്കുന്നത്. വാരിയംകുന്നത്തിനെ പോലെ ഒരാളെ ഇപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ചരിത്രത്തിനോട് ഇത് ചെയ്യുന്ന അനീതിയല്ലേ? വാരിയംകുന്നത്ത് ആരാണ്? ഇവിടെ ഇരിക്കുന്ന CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? രണ്ടും ഒരു തരത്തിലും കമ്പാരിസൺ ഇല്ല. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വാരിയംകുന്നത്ത് നടത്തിയിരിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ വെടികൊണ്ട് മരിച്ച ഒരു മനുഷ്യരാണ്. അദ്ദേഹത്തെയാണ് ഈ ഗ്രൂപ്പ് യുദ്ധത്തിനകത്ത് ഒരാളുടെ പിന്നാലെ നടന്നിട്ട് സ്ഥാനമാനങ്ങൾ നേടിയ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ആ തരത്തിൽ ജനങ്ങളെ അപമാനിക്കുന്ന, ഒരു സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതുകൂടി മനസ്സിലാക്കണം. ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് എന്തായാലും കേരളം ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ചെക്കുട്ടി സാർ, ഇവിടെ ഇപ്പോൾ CPM എപ്പോഴും പറഞ്ഞൊരു പ്രതിരോധമുണ്ട്, ഒരു സുഗുനെ മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന്. അല്ല, സുഗുവിനെ മാത്രമാണോ കിട്ടിയത്? വേറെ ആളെ കിട്ടിയത് എനിക്കറിയില്ല. ഞാൻ സുഗുവിനെ പറയട്ടെ. സുഗു അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്, വേറെ ആളുകളുണ്ട്. എനിക്ക് മനസ്സിലായിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നിരവധി ആളുകൾ ഇന്ന് അൻവറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത്, ശക്തിയുടെ ബേസ് എന്ന് പറയുന്നത് UDF അല്ല, നേരെ മറിച്ച് LDF ആണ്. ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് നോക്കിയോ. ചെക്കുട്ടി സാർ, അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ പിണറായി തുടങ്ങി വെച്ച ഒരു അദൃശ്യവൽക്കരിക്കലുണ്ടല്ലോ അൻവറിനെ. ആദ്യത്തെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അയാൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, അത് പിണറായി തുടരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റെടുപ്പുകാരായി UDF മാറുന്നു. ഇതാണ് അൻവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നെക്സസ് എങ്ങനെയാണ് അക്ഷരമാല ഉപയോഗിക്കേണ്ടത് എന്ന് UDF-നെ പഠിപ്പിച്ചു കൊടുക്കുന്നയാളായി ഈ എന്താ പറയണ്ട പ്രവേശനോത്സവ ദിനത്തിൽ അല്ലേ, നിലമ്പൂരിലും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായി പിണറായി ഇവർക്കും കാരണഭൂതനായി നിൽക്കുന്നു എന്ന് അൻവർ പറയുന്നതിന് ഒരു തെളിവ് കൂടെ അല്ലേ ഇത്? അല്ല, ഞാനതിനെ ആ മട്ടിലല്ല കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ നിലമ്പൂർ 4-5 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട്. എനിക്ക് തോന്നുന്നു SDP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. അവർക്ക് 2000-3000 വോട്ട് ഉണ്ടാവാനില്ല. അപ്പം നോക്കിക്കഴിഞ്ഞാൽ LDF, UDF, പിന്നെ BJP, അൻവർ, ഇങ്ങനെ 4-5 സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് അവരോട് രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമൊന്നും അവർക്കില്ല. ഏത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഇപ്പോഴും അവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ പ്രസക്തമാണ്. പക്ഷേ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന്, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് പിണറായിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട്, സർക്കാരിനെതിരായിട്ട്, ഭരണത്തിനെതിരായിട്ട്, ഭരണത്തിൻ്റെ എന്താ പറയുക തെറ്റായ പ്രവണതകൾക്കെതിരായിട്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിനെതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി UDF ആണെങ്കിൽ അദ്ദേഹം UDF-ൻ്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. അപ്പം അതിന് അദ്ദേഹം ഓരോ പ്രതിപക്ഷ നേതാവിനെ കുറച്ച് കുറ്റം പറഞ്ഞു, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ലെന്ന്. ആ തരത്തിലുള്ള ഒരു നിലപാടാണ് അൻവറിൻ്റെ നിലപാടിൽ ഒരു കൺസിസ്റ്റൻസിയും. ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധമില്ല. മാത്രമല്ല വളരെ കരുത്തനായിട്ടൊരു പൊളിറ്റീഷ്യനായിട്ടാണ് ഏറനാട് നിൽക്കുന്ന കാലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അൻവർ കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരാൾക്ക് പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർ സൈഡ് ലൈൻഡായി പോകും.